മഹ്മൂദിയ ഇംഗ്ലീഷ് സ്കൂൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മഹ്മൂദിയ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി 2 സെഷനുകളാണുള്ളത്, IBSഉം TBRഉം. നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അഷ്റഫ് ജമാലുദ്ദീൻ അവர்களுണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. സാറേ, എന്താണ് IBS? താങ്ക് യു സുബൈബ് ഉസ്താദ്. IBS എന്ന് പറയുന്നത്, ഐബ്സ് എന്ന് പറയുന്നത് മഹ്മൂദിയ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ സ്റ്റാർട്ടിംഗ് കോഴ്സാണ്, അഥവാ KG സെക്ഷനാണ്. IBES എന്ന് പറയുന്നത് ഇൻഡോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ഐബ്സ്. ഇൻഡോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഷോർട്ട് ഫോമാണ് ഐബ്സ്. ഇവിടെ എന്താണ് ഇൻഡോ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം? ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടുള്ള കുട്ടികളുടെ EYFSലെ അവർ പറയുന്ന 7 സ്കില്ലുകളും ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ചില ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് മഹ്മൂദിയ സ്കൂളിന് മാത്രമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലബസാണ് KG സെക്ഷൻ ഞങ്ങളുടെ ഐബ്സ്. ഇവിടെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റീവ് ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി, ന്യൂമറിക്കൽ സ്കില്ല്, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ് തുടങ്ങിയ 7 മേഖലകളിൽ കുട്ടിക്ക് ആവശ്യമായ സ്കില്ല് കൊണ്ടുവരിക എന്നതാണ് ഐബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ള 21st സെഞ്ച്വറി സ്കിൽസും അതേപോലെ ലൈഫ് സ്കില്ലും നമ്മൾ എന്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടോ അതിൽ ആ പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈഫ് സ്കില്ലുമായി കണക്ട് ചെയ്യും. ഏത് ബുക്കാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ ബുക്കിൽ പഠിപ്പിക്കുന്ന കാര്യത്തെ ലൈഫ് സ്കില്ലുമായി കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 മന്ത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ആദ്യത്തെ 3 മാസം നിങ്ങളുടെ കുട്ടിയെ ഇവിടെ ചേർക്കുമ്പോൾ അവിടെ എഴുതാനോ വായിക്കാനോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല, കുറേ സ്കില്ലുകളാണ് പഠിപ്പിക്കുന്നത്. ആ 3 മാസം കഴിയുമ്പോഴേക്കും ഇവിടെ ചേർക്കുന്ന ഒരു കുട്ടിയുടെ ഏകദേശം 130ഓളം സ്കില്ലുകൾ നമ്മൾ അസസ് ചെയ്യുകയും ആ കുട്ടിയുടെ ലെവല് നമ്മൾ മനസ്സിലാക്കുകയും ആ കുട്ടിയെ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മാനുവല് നമ്മൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ കുട്ടിയുടെ ഫൈൻ മോട്ടോർ സ്കില്ല്, ഗ്രോസ് മോട്ടോർ സ്കില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 3 മാസം കൊണ്ട് പഠിപ്പിക്കും. 3 മാസം കഴിയുന്ന കുട്ടിയെ കൂളായിട്ട് നമുക്ക് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, ആ കുട്ടിക്ക് സ്റ്റേജ് ഫിയർ അടക്കം മാറിയിട്ടുണ്ടാവും. അതുപോലെ അങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് സിലബസിലൂടെയാണ് ഐബ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാംഗ്വേജ് അക്വിസിഷൻ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി. ഈ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏറ്റവും ചെറുപ്രായത്തിലാണ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ നല്ലത്. അത് നിങ്ങൾക്കറിയാമല്ലോ, ഒരു കുട്ടി എവിടെ ജനിക്കുന്നോ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക. കാരണം ആ സാഹചര്യവുമായി ഒത്തു ഇണങ്ങുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ ഒരു കുട്ടി ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതേപോലെ തന്നെ മലയാളം ഇംഗ്ലീഷിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേപോലെ പ്രാധാന്യം നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 വിധത്തിലുള്ള അസസ്മെന്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോർമൽ അസസ്മെന്റ്, അതേപോലെ തന്നെ രണ്ടാമത്തെ ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ്. ഈ ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് നമ്മൾ നടത്തുന്നത് വഴി അസസ്മെന്റിലുള്ള പോരായ്മ കൂടി തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് നടത്തുന്നത്. ചുരുക്കത്തിൽ ഓരോ കുട്ടിയും ഓരോ ക്ലാസ് കഴിയുമ്പോൾ NCF പറഞ്ഞിട്ടുള്ള കോർ കോൺസെപ്റ്റ്സ് എന്താണോ ആ കോർ കോൺസെപ്റ്റ് കംപ്ലീറ്റ് കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ചുരുക്കത്തിൽ ഐബ്സ് എന്ന് പറയുന്നത് അതൊരു ക്ലാസ് റൂം സിസ്റ്റമാണ്. അത് നമ്മളതായിട്ടുള്ള മഹ്മൂദിയയുടെ യുണീക്ക് സിസ്റ്റമാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് ധൈര്യമായി ഐബ്സിലേക്ക് എൻറോൾ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ്.